ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പരവൂരിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ എക്കാലത്തെയും നല്ല ഗാനങ്ങളും അതുപോലെ തന്നെ നല്ല ഈണങ്ങളും നമുക്ക് സമ്മാനിച്ച ദേവരായ മാസ്റ്ററിൻ്റെ ജന്മസ്ഥലമാണ് പരവൂരെന്ന് പറയുന്നത്. ആ മണ്ണിൽ നിന്ന് ഇതാ മറ്റൊരു സംഗീതജ്ഞ കൂടി പിറവിയെടുത്തിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഗീതം എന്ന് പറയുന്നത് വിസിലിലൂടെയാണ്. അപ്പോൾ അതിലൊരുപാട് നേട്ടങ്ങൾ കൊയ്ത് അടുത്ത ഒരു റെക്കോർഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് പുള്ളിക്കാരത്തി. നമുക്ക് അവളെ ഒന്ന് പരിചയപ്പെടാം. മോളുടെ പേരെന്തുവാ? ശ്രുതി സാന്ദ്ര. എന്തിലാണ് മോളുടെ ആ ഒരു കഴിവെന്താണ്? ചൂളമടിച്ച് പാട്ട് പാടുകയാണ്. പണ്ടൊക്കെ നമ്മൾ ചൂളമടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മമാരൊക്കെ പറയും പാമ്പ് വന്ന് വീട്ടിൽ കയറും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ നല്ലതാണെന്ന് തോന്നിയപ്പോൾ അച്ഛൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അച്ഛൻ ആദ്യം ഉടക്കായിരുന്നല്ലേ? ആദ്യം ഞാൻ ചെവിയിലൊക്കെ ചെന്നിരുന്ന് വിസിലടിക്കുമായിരുന്നു. എന്നിട്ട് അപ്പം അച്ഛൻ ഓട്ടിച്ചു വിടുമായിരുന്നു. മോളെങ്ങനെയാ ഇതിലേക്ക് വന്നത്? അത് ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് വെറുതെ വീട്ടിലിരുന്ന് വിസിലടിച്ച് പഠിച്ച് അപ്പം നല്ലതായിട്ട് തോന്നി. സാധാരണ ആൺകുട്ടികളല്ലേ വിസിലടിക്കണേ? അങ്ങനെയൊന്നും ഇല്ല, ഇപ്പം പെൺകുട്ടികൾ വിസിലടിക്കും അല്ലേ? അപ്പോൾ എന്നാൽ നമുക്ക് വേണ്ടിയിട്ട് 2-3 ഗാനങ്ങൾ, 2-3 പാട്ടുകൾ മോള് വിസിലടിച്ച് പാട്ട് നമ്മളെ കേൾപ്പിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഫാമിലിയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് സജിത് സാന്ദ്ര എന്നാണ്. ഞാനും കലാരംഗത്ത് വർക്ക് ചെയ്യുന്നു. കീബോർഡിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. സംഗീത സംവിധാനം അത്യാവശ്യം കുറച്ച് പാടും. പിന്നെ മോളുടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത് ഈ വിസിലേഴ്സിൻ്റെ ഒരു മത്സരത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം ഇളയരാജയുടെ സോങ്സിൽ ഇളയരാജയുടെ മാത്രം പാട്ടുകൾ വെച്ചുള്ള മത്സരം ഉണ്ടായിരുന്നു. അന്ന് മോൾക്ക് തന്നെ പ്രൈസ് കിട്ടിയത്. ഇത്തവണയും ലഭിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. വേൾഡ് ഓഫ് വിസിലേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയിലെ മെമ്പറാണ്. അപ്പോൾ അവർ ആ സംഘടന തന്നെയാണ് ഈ മത്സരം നടത്തിയത്. അപ്പം അവർ പ്രമുഖ സംഘടനയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മ അതിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വിസിൽ കുറച്ച് കൂടുതൽ സാധ്യതകളുണ്ടെന്ന് മനസ്സിലാവുന്നത് തന്നെ. മുമ്പ് മോളുടെ ഈ വിസിൽ തുടങ്ങുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കിതിനെക്കുറിച്ചൊരു സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത പോലും നമുക്ക് ഉണ്ടായിട്ടില്ല. ആദ്യകാലങ്ങളിൽ വിസിലടിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെന്ന് വരെ പറയാം. കാരണം ആ വിസിൽ മുമ്പ് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് കരുതുന്നൊരു ഒരു കാലഘട്ടം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമുക്ക് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യമൊക്കെ നമ്മൾ നിരുത്സാഹപ്പെടുത്തി. എങ്കിലും പിന്നീട് കുറേ കാലം കഴിഞ്ഞ ശേഷമാണ് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാകുന്നത്. മോള് കുറച്ചുകൂടെ അത് ഡെവലപ്പ് ചെയ്ത് ശ്രുതിയും താളത്തിലും ഒക്കെ പാടാനും അതുപോലെ തന്നെ കരോക്കെയൊക്കെ ഒത്ത് പാടാനൊക്കെ തുടങ്ങിയപ്പോൾ അതിന് പ്രശ്നം ഉണ്ടാവുകയും പിന്നെ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതിനേക്കാൾ മുതിർന്ന ആൾക്കാരോട് മത്സരിക്കുമ്പോൾ തന്നെയും ഈ ഒരു ചെറിയ പ്രായത്തിൽ അത് വിൻ ചെയ്യുന്നത് വളരെയധികം സന്തോഷവും അഭിമാനവും നമുക്ക് എല്ലാവർക്കും ഉണ്ട്.
അതുപോലെ ഞങ്ങളുടെ ഈ വൗ സംഘടനയുടെ, അതായത് വേൾഡ് ഓഫ് വിസിലേഴ്സ്, അതിലെ എല്ലാ ഭാരവാഹികളും വളരെയധികം പ്രോത്സാഹനം നമുക്ക് തരുന്നു. എൻ്റെ പ്രസിഡൻറ്റ് ജ്യോതി ചേച്ചി ആയാലും, സെക്രട്ടറി പിന്നെ ബിജോയ് മാസ്റ്റർ ആയാലും, രക്ഷാധികാരി പ്രസാദ് സാറായാലും ഒക്കെ വളരെയധികം പ്രോത്സാഹനം തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ആ ഒരു സംഘടനയിൽ ചേർന്നു, ഞങ്ങൾ ഒരാളെ റെക്കമെൻഡ് ചെയ്ത് അങ്ങോട്ട് പോയി. അതിനകത്ത് ചേർന്നപ്പോഴത്തെ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല ഇത് ഇത്രയും ആൾക്കാരുള്ളൊരു സംഘടന ആയിരിക്കും എന്നുള്ളത്. ആദ്യമൊക്കെ വിചാരിച്ചത് ഞങ്ങൾ മാത്രമേ കാണൂ, കുറച്ച് ആൾക്കാരെ കാണുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത്. പിന്നീടാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ, അതിൻ്റെ ബഹുലമായിട്ട് അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെയധികം ടാലൻ്റായിട്ടുള്ള ആൾക്കാരും നന്നായിട്ട് ഇത് വിസിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിനകത്ത്. ഞങ്ങളുടെ നാട് പരവൂരാണ്. പരവൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രഗത്ഭനായ സംഗീത സംവിധായകൻ ദേവരാൻ മാഷിൻ്റെ സ്വന്തം സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സ്ഥലത്ത് അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന ഗരിയിൽ കൂട്ടായ്മകളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിൽ മ്യൂസിക് ക്ലബ്ബ് എന്ന സംഘടനയിലെ അംഗങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ആ സംഘടനയുടെ സപ്പോർട്ട് വളരെയധികം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാസം തോറും അവിടെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കവിടെ പാടാനും ഈ വേദിയിൽ നിൽക്കുമ്പോൾ ആ ഒരു കമ്പം, സഭാകമ്പം ഒക്കെ മാറ്റാനും ആദ്യകാലങ്ങളിൽ വളരെ സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടി. അതുപോലെ നമ്മുടെ നാട്ടിലെ പ്രമീള സ്മാരക ക്ലബ്ബിലെ അംഗങ്ങളായാലും ഒക്കെ നമുക്ക് വളരെ പ്രോത്സാഹനമുണ്ട്. നമ്മളതുപോലെ പാട്ട് പഠിക്കുന്നുണ്ട്. സതീഷ് സാറിൻ്റെ പ്രോത്സാഹനം അതുപോലെ പ്രത്യേക സപ്പോർട്ടും ഒക്കെ വളരെ കിട്ടുന്നുണ്ട്.